കണ്ണൂർ പയ്യന്നൂരിന് പിന്നാലെ തിരുവനന്തപുരം വഞ്ചിയൂരിലും രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ വെട്ടിലായിരിക്കുന്നു CPIM. വഞ്ചിയൂർ വിഷ്ണു രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയതിന് നടപടി നേരിട്ട നേതാവിനെ മന്ത്രി വി ശിവൻകുട്ടി സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം. വിഷ്ണുവിന്റെ സഹോദരനാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയത്. ആരോപണം CPIM നേതൃത്വം നിഷേധിച്ചു. 2008 RSS ആക്രമണത്തിലാണ് CPIM പ്രവർത്തകനായിരുന്ന വഞ്ചിയൂർ വിഷ്ണു കൊല്ലപ്പെട്ടത്. വിഷ്ണു രക്തസാക്ഷി ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ CPIM പിരിച്ചെങ്കിലും 5 ലക്ഷം മാത്രം കുടുംബത്തിന് നൽകി. അവശേഷിച്ച 5 ലക്ഷം രൂപയിൽ വെട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറിയായിരുന്ന രവീന്ദ്രനെ CPIM നേതൃത്വം ഇടപെട്ട് പാർട്ടിയിൽ തരം താഴ്ത്തിയിരുന്നു. എന്നാൽ രവീന്ദ്രനെ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് CITU ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെയാണിപ്പോൾ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം അത് ശക്തമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അയാളെ അങ്ങനെ നിലനിർത്താൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് CITUവിൻ്റെ ഇതിനൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലൊന്നും കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഹെഡ്ലോഡ് വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിക്കൊണ്ട് തീരുമാനം വന്നു. വിനോദിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് വ്യക്തമാക്കി. അല്ലാതെ ഈ പണം എടുത്തുകൊണ്ട് പോയി ചെലവഴിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതല്ല. നമ്മൾ കേസ് നടത്താൻ വേണ്ടി ഇട്ടിരുന്ന പണം പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യാതെ ചില പർട്ടിക്കുലർ അഡ്വക്കേറ്റന്മാർക്ക് ആ പണം കൈമാറി എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യം. പാർട്ടി വിടാനാണ് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗവും വിഷ്ണുവിന്റെ സഹോദരനുമായ വിനോദിന്റെ തീരുമാനം. എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.